സ്റ്റിയറിംഗ് കറക്കി നോക്കാം. സ്റ്റിയറിംഗ് കറക്കം പോകണം, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോകണം. കണ്ടില്ലേ, നല്ല സ്പീഡുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം ഫുൾ പൊളിച്ച് 2 ബ്രഷൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിട്ട് മുറുക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എസ്റ്റാർ വണ്ടിയാണ് കേട്ടോ. എസ്റ്റാറിൻ്റെ പവർ സ്റ്റിയറിംഗ് ഇടയ്ക്കിടയ്ക്ക് കീ ഓണാക്കുമ്പോൾ എസ്റ്റാറിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ എംബ്ലം വരാറുണ്ട്. സ്റ്റിയറിംഗ് ലോക്കായിട്ട് മോട്ടർ സ്റ്റക്കായ കണക്ക് ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ മോട്ടറൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മോട്ടറൊക്കെ ഇളക്കി ചെക്ക് ചെയ്തു. അപ്പം മോട്ടറൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഈ ഒരു മൊഡ്യൂലാണ്, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ്, EPS എന്നൊക്കെ പറയും. അപ്പം അതാണ് ഇതിൻ്റെ ഈ മൊഡ്യൂൾ. അപ്പം നമ്മൾ ഇത് ഇളക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. EPS എന്ന് പറയും, ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് എന്നൊക്കെ പറയും. അപ്പം ഈ ഒരു ഭാഗത്ത് മൊത്തം ക്ലാവ് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പെട്രോൾ ഇട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ക്ലീനറുണ്ട്, അതുപോലത്തെ സംഭവങ്ങൾ എന്തെങ്കിലും വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഇതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഇത് നമുക്ക് റിപ്പയർ ചെയ്യും മുമ്പേ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നടന്നില്ലെങ്കിൽ മാത്രമേ റിപ്പയർ ചെയ്യാവൂ. റിപ്പയർ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ പുതിയത് മേടിക്കണം. ഇതിൻ്റെ വിലയെന്ന് വെച്ചാൽ 7350 രൂപ. അതും ഒറിജിനലേ കിട്ടുള്ളൂ ഈ ഒരു സാധനം. അപ്പോൾ നമ്മൾ 200 ഓംബെയറിൽ ഇട്ടിട്ട് ഓമിലിട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ ഗൈസ്. ഇതൊക്കെ വർക്കിംഗ് ആണ്. വർക്കാവാത്ത ഈ ഒരു സംഭവമാണ് വർക്കാവാത്ത ഈ ഒരു ചിപ്പ്. ഇതിൽ മൊത്തം ഫംഗസ് പിടിച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് വർക്കാവും. ഇതിവിടെ ഒന്നും വർക്കിംഗ് അല്ല. ഇത് ഉണ്ട് 0.1.9 ആണ്, 0.1.9 ആണ്. ഇവിടെ കണ്ടില്ലേ 35 വരെ പറഞ്ഞുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ പവർ സ്റ്റിയറിംഗ് കട്ടായി പോകാൻ കാരണം. അപ്പോൾ നമുക്കിതിനെ ജസ്റ്റ് പെട്രോൾ ഇട്ട് ക്ലീൻ ചെയ്തിട്ട് കയറ്റി നോക്കാം. എന്നിട്ട് നടന്നില്ലെങ്കിൽ ഈ ഒരു ചിപ്പ് മാറാൻ പറ്റും. ഇതിൻ്റെ ശരിക്കുള്ള പേര് എനിക്ക് അറിയില്ല എന്താണെന്ന്. എന്തോ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്യാം. ശകലം ചെറിയ ബ്രഷ് വല്ലതും ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഫംഗസും കാര്യങ്ങളുണ്ടെങ്കിൽ. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് വെയിലത്ത് വയ്ക്കുമ്പം, അല്ലെങ്കിൽ ഉണങ്ങാൻ വച്ചിരുന്നാലും മതി. നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ ഗൈസ്. നല്ലപോലെ അമർത്തി പിടിക്കാൻ പാടില്ല. വല്ലതും ഇതുപോലെ ഉണ്ടെങ്കിൽ വിട്ടുപോകും. ചില സോൾഡറിങ്ങേ ചില ഇതൊക്കെ വിട്ടുപോയി കളയും. അതുകൊണ്ട് മാക്സിമം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി. നമുക്കൊരു 10-20 മിനിറ്റ് വെയിലത്ത് വയ്ക്കാം.